ഞാൻ പുലർച്ചെ വന്ന നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. എടാ എന്റെ ഭാര്യക്ക് നട്ടലിന് അസുഖമായിട്ട് അവിടെ വെയിറ്റ് ഇട്ട് കിടക്കുക. എനിക്കുണ്ടല്ലോ നട്ടല് വേദന, ഞാൻ ഒരു വെയിറ്റ് ഇടുന്നില്ലോ. ഇനി ഇതുപോലുള്ള വർത്താനം നീ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എന്റെ വായിലിരിക്കണ കേൾക്കും രാവിലെ തന്നെ കേട്ടോ. മുതലാളി, എങ്ങോട്ടാണ് നമ്മുടെ കടയുടെ പോക്ക്? ഈ സ്ഥിതി തുടർന്ന് പോയാൽ നമ്മുടെ ഗതി എന്താകും? ഗോപാല, വായി അടയ്ക്കൂ, പണിയെടുക്കൂ, പോയി പണിയെടുക്ക. ഈ മുതലാളിക്ക് ഇതെന്ത് സംഭവിച്ചു? ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് പച്ചത്തെറി. ഞാൻ എന്താണൊന്നും പ്രതികരിക്കാത്തതെന്ന് വെച്ചാൽ പട്ടിണി കിടന്ന് ചാവും. ഞാനൊരു പ്രതികരണമായിട്ട് തന്നാണ്ടല്ലോ. മുതലാളി, എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ല? എടാവേ, എന്റെ ബോളിൽ നിന്ന് ചാടി കയ്യും കാലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചികിത്സിക്കേണ്ടി വരും. പിന്നെ മുതലാളി ചന്തയ്ക്കുള്ളേ ഉച്ചക്ക് പോണം. ഒരു പുതിയ ചൂലും കൂടെ മേടിച്ചേക്കണേ. 2 ദിവസം മുന്നേ ചൂല് മരിച്ച്. അതെന്ത് ഇത് എന്നാന്നറിയാമുള്ള പൊറോട്ട ഇറച്ചി നിന്നാണ് ഈ ഇറച്ചി പല്ലിയുടെ കയറും. ഞാൻ ഈ ചൂല് ഓടിച്ച് കുത്തി 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 അത് തീരാറായി. ഈ കടയിൽ കൊണ്ടുവരുന്ന ഇറച്ചി മൊത്തം നീ ഇരുന്ന് കഴിക്കും. ഇത്ര മാത്രം ഇറച്ചി കഴിക്കാൻ നീ എന്താ കൂട്ടിക്കിടക്കണ സിംഹം? ഇവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സിംഹമാണെങ്കിലേ പണിയുടെ കാര്യത്തിൽ ഇവൻ പുതിയ. ഇവൻ ഞാൻ അറിയാണ്ട കൊച്ചു കള്ള കുറെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അല്ലടാ. എണ്ണ ഐറ്റം? ഇന്നലെ നീ നൂൽ പൊറോട്ട ഉണ്ടാക്കി എല്ലാരും കഴിച്ചു ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്റെ മുതലാളി, എനിക്കതൊരു അബദ്ധം പറ്റിയതാ. ഞാനിങ്ങനെ ആവേശത്തോടെ പൊറോട്ട അടിച്ചോണ്ടിരുന്നപ്പോണ്ടല്ലോ, മാവ് മാറിപ്പോയിട്ട് ഇത് മൂടിയിട്ടാർന്ന് തോർത്തില്ലേ, അത് കണ്ടിച്ച് ചുരുട്ടി കൂട്ടിട്ട് പൊറോട്ട അടിച്ച് ഇട്ട് കൊടുത്തത്. ഇന്നലെ പൊറോട്ട തിന്നു പോയ ഇന്ന് രാവിലെ അവന്റെ ആവേശം എന്തായി ആണാവോ. പക്ഷെ എന്തായാലും എന്റെ പൊറോട്ട അത് അടിപൊളിയായിട്ടോ. സംഗതി ക്ലിക്കല്ലേ? നമ്മൾ ക്ലിക്കാ. നമുക്കൊരു കാര്യം ചെയ്യാലോ, പുറത്തൊരു പുതിയ ബോർഡ് അങ്ങോട്ട് വെച്ചാലോ? എന്ത് ബോർഡ്? തോർത്തും ബീഫും. അടിപൊളി. കാലക്കും നമ്മുടെ കടയിൽ ഭയങ്കര തിരക്ക്. എന്താ നീ ഷർട്ടിന്റെ മുകളിൽ കൂടെ എന്താ പൂണോലോ? വെച്ചെടുക്കാറുന്നോ? ഇതെന്നെ സംഭവത്തിനോ? എന്താ? ഞാൻ പൊറോട്ടയ്ക്ക് മാവ് ഇങ്ങനെ ചുരുട്ടിയില്ലേ, ഈ ആവേശത്തിലൊരു ഒറ്റ വീശ അങ്ങോട്ട് വീശിയതാ. കയ്യുമ്മ എണ്ണല്ലായിരുന്നോ? അതെ. ഈ മാവ് പറന്നു പോയിട്ട് ഇത് എവിടെ പോയിന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇത്രയുള്ളൂ. കേട്ടാ കേട്ടാ കേട്ടാ. എന്തൊക്കെയാണ് നീ കാണിക്കണ്? എന്റെ മുതലാളി ഉണ്ടാക്കിയ ആള് അനുഗ്രഹിച്ച് വിടുന്ന ഏക പലഹാരം പൊറോട്ടയാണ്. എനിക്ക് മനസ്സിലായില്ല. ഈ പൊറോട്ട ഇങ്ങനെ വച്ചാ കേട്ടാ കേട്ടാ, നന്നായി വാ നന്നായി വാ നന്നായി വാ ഇട്ട് കൊടുക്കണത്. പിന്നെ എന്തെങ്കിലും ഒരു ഉഷാറ് കുറവുണ്ടെങ്കിണ്ടല്ലോ അടിച്ച് 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 കേറി. അടിപൊളി. എന്തൊക്കെയാണെങ്കിലേ ഈ നിലത്ത് വീണ പൊറോട്ട ഒന്നും നീ കളയണ്ടട്ടാ. കളയണ പൊറോട്ടയാണ് ഈ നിലത്ത് വീണത്. ആൾക്കാർ കേൾക്കും. എന്തോ ഒരു അപകടം നടന്നുണ്ട്. എടാ, ഒരു അപകടം ഇങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ. എടാ, ഇയാളെ ഞാൻ എവിടെയോ കണ്ട്. അമ്മേ, എന്റെ അമ്മാവൻ. അതിലൊരു പേടിക്കണതിനാ. എടാ, എന്റെ അമ്മാവൻ വരുമ്പോ എനിക്ക് പേടിയാ. എടാ, അയാളെ പേടിച്ചിട്ടാണ് ഞാൻ എന്റെ നാടും വീടും വിട്ട് ഇവിടെ വന്നിട്ട് ഈ കട തുടങ്ങിയത്. ഞാൻ നാട്ടിലൊരു സർവത്ത് കട തുടങ്ങി അന്ന് ആദ്യത്തെ ദിവസം വന്നൊരു കച്ചവടം. നിന്റെ കുലുക്കി സർവത്ത് കലക്കിന്ന് അത് പറഞ്ഞ് നാവിടുത്തില്ല. അപ്പൊ തന്നെ ഒരു പാണ്ടിലോറി കയറിട്ട് എന്റെ സർവത്ത് കട സർവത്തും പോയി. ഇയാളെ എവിടെ വന്നോ അവിടെ നശിക്കും. ഇയാളുടെ കൈ കൊണ്ടെങ്ങാനും ഒരു കൈനീട്ടം വാങ്ങി കച്ചവടം തുടങ്ങിയാണ്ടല്ലോ, ആ കച്ചവടം എപ്പൊ പൂട്ടിന്ന് ചോദിച്ചാൽ മതി. നമ്മളാച്ചൊന്നും ആ കൈനീട്ടം വിറ്റിട്ടില്ല. അയാൾ വന്നിട്ട് പലതും ചോദിക്കും, ഒന്നും കൊടുക്കരുത്, കൈനീട്ടം വാങ്ങരുത്. അതുകൊണ്ടേ പലകാരങ്ങളെ കൊടുത്ത് മാറ്റിക്കോ. ബാഗ് എടുത്ത് മാറ്റി ആ പലകാരം എടുത്ത് മാറ്റിക്കോ. പത്രം എടുത്ത് മാറ്റടാ. പത്രം തിന്നല്ല, ഈ പത്രം വായിച്ചാൽ അവിടെ കേട്ടോ. അവിടെ കേട്ടോ. അവിടെ എന്തൊക്കെ പറഞ്ഞാലേ എന്നെ എടുത്ത് വളർത്തി എന്റെ മാമനട്ടോ. ഈ അമ്മാവനൊക്കെ എന്നെ എടുത്ത് വളർത്തണായിരുന്നു. പുള്ളി ചമ്മി പോയനെ. എന്തേ? ഇടുക്കല് മാത്രമേ നടക്കുള്ളൂ, വളക്കല് നടക്കില്ലോ. സെൽഫ് ട്രോൾ ആയത് നന്നായി. ഇത് ഞാനെങ്ങാനും കയറി അടിച്ചിരുന്നെങ്കിലേ ഞാൻ എപ്പ ഏറെ കയറിയത് ചോദിച്ചാ മതി. പിന്നെ എന്റെ അമ്മാമനാണ് വരുന്നത്, ഞാൻ ചെറുതായിട്ടൊന്ന് അഭിനയിക്കും. സ്നേഹം, നീ എന്റെ ഒപ്പം ഒന്ന് കട്ടക്ക് നിക്കണം. ഓക്കെ അമ്മാവാ. പിന്നെ കാണാം പരലോകം കാണാൻ ഞങ്ങളില്ലേ. ഈ ലോകം ജോറാണം ബമ്പോ, ആ ലോകം കോറാ ഞങ്ങൾ. എന്നാ പറ്റേ അമ്മാവാ? കാലിലപ്പടി ആണിയാടാ. ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടല്ലേ, ഒച്ച ഉണ്ടാക്കലും നടക്കലും. അമ്മാവ് നടക്കും, ഞാൻ ഡബ് ചെയ്യാം. എന്തോ വേണ്ട, ലിപ്പ് പിടിക്കാൻ പറ്റണില്ല. അതെ, ആടി പോവാൻ നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞേ. കാലിന്റെ അടിയിൽ ഒരു കോട്ട് പെയിന്റ് മേടിച്ചടിക്കാനല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി?
ഈ കാലിൽ ആണുള്ളവർ കുഴിഞ്ഞു വെച്ച ഒരു വളിച്ച കോമഡിയാ. എടാ ഒരു ചായക്കട തുടങ്ങിട്ടേ നീ പേപ്പറൊന്നും വരുത്തുന്നില്ലടാ. ഞാൻ പറഞ്ഞില്ലേ പേപ്പറില്ല പേപ്പർ വരുത്തുന്നില്ല. എനിക്കറിയാം നീ പഴയ പാഴം തൊട്ടേ പിശുക്കനാ. എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ. പ്രസ്സോ പ്രസല്ല ഇതൊക്കെ ഇന്നത്തെ പേപ്പറാന്നേ. കിട്ടി. ഞാൻ വരുമ്പോ കടകളൊക്കെ അടഞ്ഞെടുക്കല്ലേ. ആ കടകളുടെ മുന്നിൽ കിടക്കുന്ന പേപ്പറൊക്കെ ഞാൻ എടുത്തോണ്ട് ഉപകാരമായിക്കോട്ടെ എന്ന്. കടക്കാരുടെ മൊത്തം തെറി ഞാൻ കേൾക്കേണ്ടി വരൂ. ഇംഗ്ലീഷ് പേപ്പർ ഉണ്ട്. ദൈവമേ, ഇനി ഇംഗ്ലീഷിലും ഞാൻ തെറി കേൾക്കേണ്ടി വരുമോ? അല്ലടാ, നീ ഒരു കട തുടങ്ങിയ കാര്യേ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോ ഈ അമ്മാവൻ അറിയാനായിട്ട്? നാട്ടുകാരാ ഈ പണഞ്ഞത്. നിന്റെ കൂട്ടുകാരൻ ദിവാകരല്ലേ? ഏതാണ് ഈ ദിവാകരൻ? പറ്റുകാശ് 150 രൂപ തരാനായിട്ട് കുത്തിരി പിടിച്ച് മേടിച്ചാ മറ്റേ മീൻകാരൻ ദിവാറിന്റെ അടുത്ത് അവൻ തന്ന പണിയാത്.